ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ കാജോളിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്തും തുറന്നു സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. കാജോൾ ഷാരൂഖ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കാജോളിനെ ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചതാണെന്ന്. സുന്ദരിയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, പക്ഷെ സൈലൻസർ നൽകാതെ വിട്ടെന്ന്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫിൽറ്റർ വയ്ക്കാൻ മറന്നു എന്ന് പറയുന്ന. ശരിയാ, ഇതൊരു തരത്തിൽ പറഞ്ഞ ഫിൽറ്റർ അല്ലെങ്കിൽ വോളിയം കൺട്രോളും ഇല്ല, രണ്ടും ഇല്ലല്ലോ. അപ്പോ ഐ തിങ്ക് അജയുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ട്. ബട്ട് ഐ തിങ്ക് ഔട്ട് സ്പോക്കൺ എന്ന് പറഞ്ഞാല് ഞാൻ ഇക്കാര്യം പറയണം, അതായത് നിറയെ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് അറിയാമോ? ഒരു പക്ഷേ ആരെങ്കിലും വന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചാല് അപ്പൊ ഞാൻ ഉത്തരം പറഞ്ഞു തന്നെ ആവണ്ടേ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണോ തോന്നുന്നത് ആയതുകൊണ്ട് എല്ലാവർക്കും പ്രശ്നമാണ്. ഷാരൂഖ് ഖാൻ സൈലൻസർ ഇല്ലെന്ന് പറയുന്നു. കരൺ ജോഹർ ആണെങ്കിൽ താങ്കൾ പ്രഷർ കുക്കറിനെ പോലെയാണെന്ന് പറയുന്നു. എപ്പോ വിസിലടിക്കും എപ്പോ പൊട്ടിത്തെറിക്കും അറിയില്ലെന്ന്. ഞാൻ അത്ര മോശമൊന്നുമല്ല, ചിലപ്പോ ആയിരുന്നിരിക്കാം ഒരു കാലത്ത് അങ്ങനെ. ബട്ട് ഐ എം മച്ച് ബെറ്റർ നൗ. ഐ ഹാവ് ടു സേ ദറ്റ് ഞാൻ കുറച്ച് ഞാനങ്ങ് ഫുള്ളായിട്ട് മാറിയെന്ന് പറയില്ല, പക്ഷെ ഒരു 10% ഫിൽറ്റർ എന്തായാലും വന്നിട്ടുണ്ട്. വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ബാസിഗർ സിനിമയുടെ സെറ്റിൽ വെച്ച് ഷാരൂഖ് ഖാനെ ആദ്യമായിട്ട് കാണുമ്പോ അതെ, ദൈവമേ എന്തൊരു മനുഷ്യനാണ്, വാ തുറന്ന് സംസാരിക്കില്ലെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് കേട്ടു. അതെ, വളരെ വിചിത്രമായിരുന്നു. എനിക്കിത് പറയാതെ പറ്റില്ല. ഞാൻ ഈ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞപ്പോ, ഇത് പറയാനേ ഷാരൂഖ് ജി ഇന്ന് ജനുവരി 1-ാം തീയതിയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ, അപ്പൊ 31-ാം തീയതി എല്ലാരും രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1st ജനുവരി അല്ലേ ജോലി ചെയ്യാന്ന് വെച്ചിട്ട്. ഇല്ലെങ്കിൽ ആരാ ജനുവരി 1-ാം തീയതി ഒക്കെ ജോലി ചെയ്യുന്നത്? ഐ മീൻ only ഷാരൂഖ് ഖാൻ, only he can do that. And but ഞാൻ obviously I was very up and about and chirpy and I was loud and അപ്പോ അദ്ദേഹത്തിന്റെ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു രവി അങ്കിൾ. അദ്ദേഹമാണെങ്കിൽ he was a മഹാരാഷ്ട്രീയൻ. ഞാൻ എന്റെ ഇഷ്ടത്തിന്റെ മറാഠിയിൽ അദ്ദേഹത്തിനോട് ഷാരൂഖിനെ കുറിച്ച് പറഞ്ഞോണ്ടേയിരിക്കുക. അതായത് എന്ത് ഹീറോയാ ഇത്, ഒന്നും സംസാരിക്കുന്നില്ലല്ലോ, എവിടുന്ന് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ എന്തോ, ഒരു വിചിത്രമായിട്ടുള്ള ആളായിട്ടുണ്ട്, ആരെയും ശരിക്കും നോക്കുന്ന പോലുമില്ല, വലിയൊരു കറുത്ത് കണ്ണാടി വെച്ചോണ്ട് വന്നിരിക്കുന്നു. കുറെ നേരമായിട്ട് ഞാനിങ്ങനെ കടപടേന്ന് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ പെട്ടെന്ന് പറയാ, പ്ലീസ് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു, ഒന്ന് വാ അടയ്ക്കാൻ പറയൂ, ആരെങ്കിലും ഒരു സൈലൻസർ വെക്കൂ ഇതിന്റെ വായില്. പിന്നെ ഐ തിങ്ക് ഞാൻ അയാളുടെ മുഖത്തോക്കി ചോദിച്ചു, ഹായ് ഹൗ ആർ യു, ദിസ് ദാറ്റ് ആൻഡ് ദാറ്റ്. ഹി വാസ് ലൈക്ക്, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വാക്ക്, ഡോണ്ട് യു എവർ കീപ് ക്വയറ്റ്. So I was like, no, I can't keep quiet. This is not going to happen. അതിനുശേഷം ഇനി എന്ത് വേണമെന്ന് പറഞ്ഞോളൂ. ഐ തിങ്ക് അതിനുശേഷമാണ് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചത് തന്നെ. ആൻഡ് എനിക്ക് ഇപ്പൊ വരെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാല് ഉറപ്പായിട്ടും ടൈമർ വെക്കണം ഉത്തരം പറയുന്ന സമയത്തിന്. അദ്ദേഹം ഉത്തരം പറയാനാണ്. അതുപോലെ ആ സിനിമയിൽ മറ്റൊരു കാര്യവും സംഭവിച്ചെന്ന് കേട്ടു. താങ്കളുടെ അടുത്തുനിന്ന് ഒരു എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി ഷാരൂഖ് ഖാൻ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. ഒരുപാട്. അതെന്താന്നറിയാമോ, എനിക്കെന്താ തോന്നുന്ന വെച്ചാല് ലൈഫില് വേറെ 2-3 കാര്യങ്ങളുണ്ടേ, ഞാൻ ഇതുവരെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ ആസ് എൻ ആക്ടർ ഹൗ ക്യാൻ യു പോർട്രേ? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ആ ക്യാമറയിൽ കാണിക്കാൻ പറ്റും? നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അതും നമ്മുടെ ജോലി. ഒരു ആക്ടർ എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ ജോലി തന്നെ ഇതാണല്ലോ. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ക്യാമറ മുമ്പിൽ കാണിക്കണം. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ക്യാമറയിൽ കാണിക്കാൻ പറ്റും? ഇപ്പൊ ഈ നാണിക്കാനൊക്കെ പറഞ്ഞാലേ, അത് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നാണിച്ചിട്ടില്ല ഒരു കാര്യത്തിനും. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കും, ആർ യു എംബാരസ്ഡ്? I was like, I don't understand the word only embarrass. What do you mean by that? What am I supposed to feel? I can act കുറച്ചൊക്കെ, but സത്യം പറയാണെങ്കിൽ ഐ റിയലി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഓൺലി. എനിക്കത് മനസ്സിലായിട്ടേ ഇല്ല. ഇനി ഒരു പക്ഷെ മനസ്സിലായാൽ പോലും ഐ ഹവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഹൗ ടു ആക്ട് ഇറ്റ് ഔട്ട്. പക്ഷെ ആദ്യമായിട്ട് താങ്കളെ കാണുന്ന ഒരു വ്യക്തി താങ്കൾ എത്രത്തോളം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാകും. കരൺ ജോഹറിനെ ആദ്യമായിട്ട് കാണുമ്പോ കരൺ ജോഹർ, ഞാൻ പറയാം, ഞാൻ ആദ്യമായിട്ട് കരൺ ജോഹറിനെ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു ഡിസ്കോതെക്കിൽ വെച്ചിട്ടാണ്, ഒരു പ്രോപ്പർ ഡിസ്കോതെക്. അവിടെ ഒരു പാർട്ടി, ദർ വാസ് എ പാർട്ടി ഗോയിങ് ഓൺ അറ്റ് ദ ഡിസ്കോ. ഒരു സിനിമയുടെ പാർട്ടി തന്നെയാ. പക്ഷെ കരൺ അന്ന് 20 വയസ്സ് പ്രായമേ ഉണ്ടാവുള്ളേ. 20 വയസ്സുള്ള ഒരു പയ്യൻ ഡിസ്കോയില് 3-piece സൂട്ട് ഇട്ടിട്ട് വന്നിരിക്കുക. ഇപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞ, നിങ്ങളെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്ത് പറയും? ഹലോ, ഹായ്, ഹൗ ആർ യു എന്ന് പറയോ? അതോ എന്നെ പോലെ
സോ ഇങ്ങനെയാണ് നടന്നത്. എന്റെ റിയാക്ഷൻ അദ്ദേഹത്തിനോട് താങ്കൾ അങ്ങനെയായിരുന്നു. വളരെ ഫണ്ണിയാണെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞു ഓബ്വിയസ്ലി ഒരു മനുഷ്യൻ ഡിസ്കോയിൽ വരിക 3 പീസ് സൂട്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ വരാൻ പറ്റും? അതും വിത്ത് ടൈ, ആ വേസ്റ്റ് കോട്ടില്ല അതൊക്കെ ഇട്ടിട്ട് എന്ന് ആലോചിച്ചേ. ഹി സ്റ്റാൻഡിങ് ഓവർ ദേർ അറ്റ് ദി ഡിസ്കോതെക്. ഞാൻ പറഞ്ഞു ലുക്കിംഗ് സോ ഫണ്ണി. ഒരു ജീൻസ് ടീഷർട്ട് ഇടാൻ പാടില്ലായിരുന്നോ? അദ്ദേഹത്തിന്റെ മമ്മി വളരെ നന്നായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മമ്മിക്ക് അറിയില്ലായിരുന്നിരിക്കും അദ്ദേഹം ഡിസ്കോയ്ക്കാ വരുന്നതെന്ന്. കരൺ ജോഹറിനോട് താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചത്. ഞാൻ ആക്ച്വലി ഒരു ഷോയിൽ പറഞ്ഞായിരുന്നേ, ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും ഒരു പശുവിനെ ഓടിച്ചോണ്ട് വരും, പക്ഷെ അതൊരു ഇംഗ്ലീഷ് ഷോ ആയിരുന്നേ. അപ്പൊ അതൊരു ഇംഗ്ലീഷ് ഷോ ആയിരുന്നോണ്ട് ഇറ്റ് സൗണ്ടഡ് ലൈക്ക് ഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യനെ കൊണ്ടുവരികയാണെന്ന്. അതിന് കരൺ ജോഹർ എന്താ പറഞ്ഞത്? കരൺ അപ്പം ഭയങ്കരമായിട്ട് ശരിക്കും ഷോക്ഡ് ആയിപ്പോയി. അതിനുശേഷം അദ്ദേഹം വാട്ട് ആർ യു സേയിങ് ഓൺ ദ നാഷണൽ ടിവി? യു കാൻറ്റ് സേ ദിസ് അബൌട്ട് മീ ഓൺ നാഷണൽ ടിവി. ഐ വാസ് ലൈക്ക്, ഞാൻ അങ്ങനെ ആ അർത്ഥത്തിലല്ല പറയാൻ വന്നത്. കണ്ടില്ലേ എന്നെ ഔട്ട് സ്പോക്കൺ എന്ന് പറയുന്നു. ഞാൻ തന്നെ അറിയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓപ്പണായിട്ടുള്ള സംസാരത്തിന് നമ്മൾ പല ഉദാഹരണങ്ങളും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ അഭിനയിച്ച കബി ഖുഷി കബി കമ്മിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതിൽ താങ്കൾ പറയുന്നത് നിന്റെ ആകാര जामुई कीड़े पड़े जामुई कीड़े पड़े तेरे खाने में तेरा टेबल हिलने लगे, तेरी कुर्सी टूट जाए. അപ്പൊ ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് വന്ന കാര്യമാണോ? അതെ അതെ, ഉറപ്പായിട്ടും എനിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് വരുന്നതാ. എനിക്ക് ഐ തിങ്ക് അതിൽ കുറച്ച് പഞ്ചാബി ഉണ്ടായിരുന്നു. സോ കരൺ വന്നിട്ട് ഇങ്ങനെ കുറെ പഞ്ചാബി ഡയലോഗ്സ് ഒക്കെ എഴുതി നല്ല രസമായിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതിൽ കുറച്ച് പഞ്ചാബിയും കൂടെ താളിച്ചിടണമെന്ന്. ഇതിൽ നല്ല ഫ്ലേവർ ഉണ്ടാവണം, ഇതിൽ എങ്ങനെയെങ്കിലും പഞ്ചാബി അല്ല നല്ല പഞ്ചാബി ആയിട്ട് തന്നെ അഭിനയിക്കണമെന്ന്. സോ ഞാൻ നല്ലോണം പ്രാക്ടീസ് ചെയ്തു, ഡയലോഗ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു ശരിക്ക്. പക്ഷെ ശരിയാ, നാച്ചുറലി വന്നു, ഇമോഷൻ അകത്തുനിന്ന് തന്നെ വന്നു. ഇതിനുള്ളിൽ ബോർഡർ കടന്ന് ആരോടാണ് കൂടുതൽ ഔട്ട് സ്പോക്കൺ ആയിട്ട് സംസാരിച്ചത്? എനിക്ക് ഇനിയും ജീവിതം ബാക്കിയുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയാല് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എന്താ പറയാ, എന്റെ കണ്ണാടിയില്ലല്ലോ ഇപ്പൊ കയ്യില്. അതുകൊണ്ട് തന്നെ എനിക്ക് പകുതി കൂടുതൽ കാര്യങ്ങൾ കണ്ണു കാണാൻ പറ്റുന്നില്ല. പിന്നെ പലരും എന്നെ കാണാൻ വരുമ്പോഴ് ഒരു പ്രാവശ്യം മണിരത്നം സാർ വന്ന സമയത്ത്, പിന്നെ അജയ് ദേവ്ഗന്റെ കൂടെ സംഭവിച്ചിട്ടുണ്ട്. നടന്ന രണ്ട് കാര്യങ്ങളും പറയൂ. ഒന്ന് പറയാം. അതായത് അജയുടെ കൂടെ ഞാൻ ഹൽച്ചൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് അപ്പോ നമുക്ക് ലാൻഡ് ലൈൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എന്റെ റൂമിൽ ഒരു ദിവസം ഫോൺ അടിക്കുകയാണ്. ഒരു ദിവസം രാവിലെ ഞാൻ ഫോൺ എടുത്തു. ഹലോ, ദിസ് ഇസ് അജയ് ദേവ്ഗൻ സ്പീക്കിംഗ്. ഞാൻ പറഞ്ഞു യാ ദിസ് ഇസ് ശ്രീദേവി. ഫോൺ വെക്കടാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തു. നോ ദിസ് ഇസ് റിയലി എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഫോൺ വന്നു. നോ ദിസ് ഇസ് റിയലി അജയ് ദേവ്ഗൻ. നോ റിയലി ഞാൻ അജയ് തന്നെയാ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. ഐ സെഡ് യാ റൈറ്റ്, ഇത് റോങ് നമ്പറാ, ശ്രീദേവിയുടെ നമ്പറാ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം അദ്ദേഹം ഫോൺ ചെയ്യുമ്പോ എന്റെ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആന്റി ഐ വോണ്ട് ടു ഇൻവൈറ്റ് ഫോർ മൈ സിസ്റ്റേഴ്സ് വെഡിങ്. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്, കല്യാണം വിളിക്കാൻ വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ ഓരോ പ്രാവശ്യം അവര് ഫോൺ എടുത്ത് വെക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നത്. പിന്നെ മണിരത്നം അദ്ദേഹം എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ഹി വാണ്ടഡ് ടു കാസ്റ്റ് മീ ഇൻ ദിൽസെ, ആ സിനിമയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഷാറൂഖ് ഖാനെയും എന്നെയും വിളിക്കാനായിരുന്നു പുള്ളിയുടെ ഉദ്ദേശം. പിന്നെ ഉറപ്പായിട്ടും ഷാറൂഖിനോട് അദ്ദേഹം സംസാരിച്ച് കാണണം. അതിനുശേഷം എന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആ സിനിമയെക്കുറിച്ച് ട്വീറ്റും ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ കാറിലിരിക്കുകയായിരുന്നു. ദുഷ്മൻ സിനിമയുടെ ഒരു സ്റ്റില്ലുണ്ടായിരുന്നു അവിടെ. സോ ആ സ്റ്റില്ലിൽ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ആക്ച്വലി ആ സ്റ്റില്ലിൽ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ മണിരത്നം സാർ എനിക്ക് ഫോൺ ചെയ്യുക. അപ്പോ എനിക്ക് മണിരത്നത്തിന്റെ ഫോണാണല്ലോ. ഞാനിങ്ങനെ ഹലോ ഹായ് ഹലോ ഐ എം മണിരത്നം സ്പീക്കിംഗ്. അപ്പോ ഞാൻ വിചാരിച്ചത് ഞാൻ മുമ്പിൽ ഇരിക്കുകയില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചത് ഷാറൂഖ് എന്നോട് പ്രാങ്ക് ചെയ്യാണെന്ന്. ഞാൻ അതിനേക്കാളും ഞാനിങ്ങനെ ഷാരൂഖ് യു നോ സ്റ്റോപ്പ് ഇറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു ബിലീവ് യു ദിസ് ടൈം. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. സോ ഹി സെഡ് നോ ദിസ് ഇസ് റിയലി മണിരത്നം സ്പീക്കിംഗ്. ഐ സെഡ് നോ sorry it's not happening, I'm in the middle of a shot and I can't talk to you right now എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഷാറൂഖ് ഉടനെ എനിക്ക് ഫോൺ ചെയ്യാം, ഏയ് idiot, it's മണിരത്നം. It's really മണിരത്നം on the phone. അല്ല സത്യമായിട്ട് എനിക്കെങ്ങനെ അറിയാൻ പറ്റും ഇതൊക്കെ? ആരെങ്കിലും പറഞ്ഞു എന്നോട് മണിരത്നം എനിക്ക് ഫോൺ ചെയ്യുമെന്ന്? അങ്ങനെയാണെങ്കിൽ ഷാരൂഖ് ഇതുപോലെ പല പ്രാവശ്യം കളിച്ചിട്ടുണ്ടെന്നാണ്. അതെ അതെ, ഷാറൂഖിനും എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഒന്നിങ്ങനെ നടന്നോണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് എന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. അതുപോലെ ചില സമയത്താണെങ്കിൽ ഞാൻ ചിലപ്പോൾ താഴെ വീഴും, പുള്ളി വന്ന് എന്നെ രക്ഷിക്കും. എന്തെങ്കിലും ഒന്ന് നടന്നോണ്ടേയിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഡീപ്പാണ്. താങ്കളുടെയും ഷാരൂഖ് ഖാന്റെയും പേർ എല്ലാ ജനങ്ങൾക്കും വളരെയധികം ഇഷ്ടമാണ്. അവരും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മാം, നിങ്ങൾക്ക് ആക്ട്രസ് ആണോന്ന് ചെറിയ വയസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നോ അതോ വലുതായതിനു ശേഷമാണോ? ഞാൻ ഒരിക്കലും ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, യുനോ
എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ ഈ ആക്ടിംഗ് പ്രൊഫഷനിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന്. കാരണം എന്താ വെച്ചാൽ ശമ്പളം ശരിയായിട്ട് കിട്ടത്തില്ല. ഏതെങ്കിലും ഒരു മാസം ആരോടും പറയാതെയും ചോദിക്കാതെ എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു പേയ്മെന്റ് വരുന്നത്. അമ്മ എന്തോരം ജോലിയാ ശരിക്കും ചെയ്യുന്നത്. അതായത് എന്റെ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ സമയത്തൊക്കെ ഒരേ സമയം തന്നെ 4-5 സിനിമ ചെയ്തോണ്ടിരിക്കുക. അതായത് ഇപ്പോ രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടാവും, പിന്നെ 2 തൊട്ട് 10 വരെ അടുത്ത ഷിഫ്റ്റ് ഉണ്ടാവും. എപ്പോഴും ഭയങ്കര ബിസി ആയിട്ടിരിക്കും. ആൻഡ് ഐ വുഡ് നെവർ ഗെറ്റ് ടു സീ ഹർ. അമ്മയ്ക്ക് ഞങ്ങൾ നോക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഇത് ജോലിയൊന്നും ചെയ്യാനേ പറ്റില്ല ഒരിക്കലും. ഐ വാണ്ട് 9 to 6 ജോബ്. മനസ്സമാധാനമായിട്ട് മാസാവസാനം കൃത്യമായിട്ട് ശമ്പളം കിട്ടും, എനിക്ക് അത് മതി, വേറൊന്നും പറ്റില്ല. എനിക്ക് ഇങ്ങനത്തെ ജോലിയൊന്നും ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ പൂജയുടെ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും അണയ്ക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും എന്റെ കാര്യത്തിൽ നടക്കത്തില്ല എന്ന്. വാട്ട് അടുപ്പ് അത് ഇതെന്ന്, ജസ്റ്റ് മേക്കപ്പ് അല്ലേ, വൈകുന്നേരം കഴുകി കഴിഞ്ഞാൽ അതെല്ലാം പോയിക്കോളും, ഒക്കെ നോർമൽ ആയിട്ടില്ലേ ഇരിക്കുള്ളൂ. പക്ഷെ അച്ഛൻ പറഞ്ഞ കാര്യം കറക്റ്റായി. ഞാനിപ്പോ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ തന്നെയാണല്ലോ.